ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബോ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്ലോത്ത് എടുത്തതിൻ്റെ വിഡ്ത്ത് വരുന്നത് 15 ഇഞ്ച്, അതുപോലെ ലെങ്ത്ത് വരുന്നത് 7 ഇഞ്ചാണ്. എന്നിട്ട് ഈ ക്ലോത്തിൻ്റെ നല്ല വശം ഇതാണ്, ചീത്ത വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ ഫോൾഡ് ചെയ്ത് പിടിച്ച ശേഷം ഈ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് ഇങ്ങോട്ട് താഴേക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇവിടെ സെൻറ്ററിൽ 1 ഇഞ്ചോ അല്ലെങ്കിൽ 1.5 ഇഞ്ചോ സ്പേസ് വിട്ടിട്ട് വേണം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ആ ഭാഗം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തത് ഒഴിവാക്കിയിട്ട ഭാഗം നൂല് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സ്റ്റിച്ച് ചെയ്ത ഭാഗത്തിന് സെൻറ്ററിലേക്ക് വരുന്ന രീതിയിൽ, അതായത് ഈ ക്ലോത്തിൻ്റെ സെൻറ്ററിലേക്ക് വരുന്ന രീതിയിൽ എടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കിവിടെ കറക്റ്റ് 7 ഇഞ്ചാണ് കിട്ടുന്നത്. 3.5 ഇഞ്ചിലാണ് നമ്മളിതിവിടെ നിർത്തിയിട്ടുള്ളത്. ഇനി ചെയ്യേണ്ടത് ഈ സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണേ. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് സെൻറ്ററിൽ കൂടെ നമ്മളിവിടെ ഹോൾ ഇട്ടിട്ടുണ്ടല്ലോ, ഈ ഒരു ഹോളിൽ കൂടെ ഇതിന് പുറം മറിച്ചെടുക്കണം. ഇതുപോലെ ഇതിനുള്ളിൽ കൂടെ പുറം മറിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ല വശം പുറത്തേക്ക് വരുന്ന രീതിയിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കോണുകളെല്ലാം ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഒന്ന് കോണുകളെല്ലാം ഒന്ന് കറക്റ്റാക്കി എടുക്കുക. അപ്പോൾ ഈ ഭാഗം ആണ് നമ്മൾ നല്ല വശം, ഇത് ചീത്ത വശമാണ്. എവിടെയും നമുക്ക് അലവൻസ് ഒന്നും കാണുന്നില്ല, ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. ഇനി ഇത് നല്ല വശമാണ്. ഇപ്പോൾ ബോ വിടുത്ത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ക്ലോത്ത് എടുത്തത് 15 ഇഞ്ചായിരുന്നില്ലേ, അത് കൂടുതൽ അളവിലേക്ക് എടുത്താൽ മതി. നീളം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അളവ് കൂടുതൽ എടുത്താൽ മതി കേട്ടോ. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചെങ്കിൽ ഇതുപോലെ സെൻറ്ററിലൊന്ന് മടക്കി എടുത്ത ശേഷം ഈ ഒരു ഭാഗം ഒന്ന് തുന്നി കൊടുക്കണം. ഈ ഒരു ഭാഗം ഒന്ന് തുന്നി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബോ റെഡിയാവും. നമ്മളിവിടെ നൂലെടുത്തിട്ടുണ്ട്, സൂചിയിലിട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴെ ചീത്ത വശത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സെൻറ്ററിൽ കുത്തിയെടുത്ത് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ ഇങ്ങനെ ഒന്ന് നൂലൊടിച്ച് കൊടുക്കും. നമുക്കിവിടെ ഒരു ബട്ടണും കൂടെ വെച്ച് കൊടുക്കാം. ചീത്ത വശത്ത് കെട്ടിട്ട് അവസാനിപ്പിക്കാം.
അപ്പോൾ ഈ രീതിയിലാണ് നമുക്കിവിടെ ബോ കിട്ടുന്നത്. ഇത് കുറച്ച് ലൂപ്പായിട്ട് നിൽക്കുന്ന തരത്തിലുള്ള ബട്ടണാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ അളവിൽ നമുക്കിവിടെ തുന്നി ഉറപ്പിച്ച് കൊടുക്കേണ്ടി വരും കേട്ടോ.